ഇനി ഡീലിലേക്ക് വന്നാൽ രണ്ട് ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് ഡീലെന്ന് സംശയമുണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴക്കൂട്ടം മണ്ഡലത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, നിയമമണ്ഡലത്തിൻ്റെയും നേമത്ത് 19,000 വോട്ടുണ്ടായിരുന്നത് പിന്നീട് എങ്ങനെയാണ് ചുരുങ്ങി 15,000-ലേക്കും 20,000-ൽ താഴെയും ഒക്കെ വോട്ടായി മാറിയതെന്നറിയാം. ആരുടെ വോട്ട് കുറയുമ്പോഴാണ് നേമത്ത് BJPയുടെ വോട്ട് കൂടുന്നതെന്നും അറിയാം. നേമത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. നേമത്ത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അവിടെ എങ്ങനെയാണ് അന്ന് രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തുന്നത് നമുക്കറിയാം. രാജഗോപാലിന്റെ അക്കൗണ്ട് പിന്നീട് എങ്ങനെയാണ് ശിവൻകുട്ടി പൂട്ടുന്നതെന്ന് പറയാം. അപ്പോൾ BJPയുടെ അക്കൗണ്ട് നേമത്ത് പൂട്ടിയ പാർട്ടി CPM ആണ്. ആ CPMന് BJP ഡീൽ എന്നുള്ളത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നതല്ല. ഒന്ന്. രണ്ട്, കഴക്കൂട്ടത്ത് നോക്കൂ. അടുത്ത എക്സാമ്പിളാണ്, അധികം ആരും ചർച്ച ചെയ്യാതെ പോയതാ. കഴക്കൂട്ടത്തെ വോട്ട് ഷിഫ്റ്റ് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. കഴക്കൂട്ടത്ത് 2011 മുതൽ, അന്ന് ഞാൻ കഴക്കൂട്ടത്ത് പഠിക്കുകയും ഗവേഷണമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ MLA വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്ത്. ആ 50,000 വോട്ടിലാണ് വാഹിദ് കഴക്കൂട്ടത്ത് വളരെ ജനപ്രിയനായിരുന്നു. പിന്നീട് അവിടെ പാർട്ടിയെ തുടർന്നുകൊണ്ട് അവരുടെ വ്യത്യസ്ത അഭിപ്രായത്തെ തുടർന്ന് വാഹിദ് പാർട്ടിയിൽ നിന്ന് മാറുന്നു. വാഹിദിന് 50,000 വോട്ടുണ്ടായിരുന്ന സമയത്ത് അന്ന് അവിടെ നിർത്തിയ BJP സ്ഥാനാർത്ഥി ദുർബലനായിരുന്നു. പിന്നീട് BJP സ്ഥാനാർത്ഥി ശക്തനാവുന്നു, V മുരളീധരൻ വരുന്നു. അപ്പോൾ വാഹിദിൻ്റെ വോട്ട് കുറയുകയും BJPയുടെ വോട്ട് കൂടുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് സ്ഥിരമായിട്ട് 50,000-നും 42,000-നും ഇടയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2016 ആകുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? 2014 J. പത്മകുമാർ 7,500 വോട്ട് BJP പിടിച്ചെടുത്ത് നിന്ന് മുരളീധരൻ 42,000 വോട്ട് വർദ്ധിപ്പിക്കുന്നു. വോട്ട് കുറയുന്നത് ആരുടെയാ? കോൺഗ്രസിന്റെ. വോട്ട് കൂടുന്നത് ആരുടെയാ? മുരളീധരന്റെ, BJPയുടെ. പത്മകുമാറിന് 7,500 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കഴക്കൂട്ടത്ത്. ഇന്ന് ആ വോട്ട് എത്രയാണെന്ന് അറിയാമോ? ഇന്ന് ആ വോട്ട് വന്ന് 40,000 വോട്ട് 42,000 വോട്ടായിട്ട് മാറി. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ പിടിച്ച വോട്ട് 40,000. V മുരളീധരൻ അവിടെ പിടിച്ച വോട്ട് 42,000. അവിടെ ആരുടെ വോട്ടാണ് കുറഞ്ഞത്? എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ? SS ലാലിനെ കൊണ്ട് കഴക്കൂട്ടം പോലെ ഒരു മണ്ഡലത്തിൽ ഏതു നിമിഷവും BJP റാഞ്ചിക്കൊണ്ടു പോകാവുന്ന 42,000 വോട്ട് വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു 40,000 വോട്ടുകൾ വാഹിദിന്റെ സമയത്ത് തന്നെ നേടുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടിട്ടിട്ട് ആ സ്ഥാനാർത്ഥി ദുർബലനായി SS ലാൽ. ശരി, കഴിഞ്ഞ തവണ SS ലാലിനെ അവിടെ മറ്റൊരു താല്പര്യത്തിന് പുറത്തിട്ടു എന്ന് കരുതുക, വന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന മട്ടിലിട്ടു എന്ന് കരുതുക. പക്ഷേ 2026 ആകുമ്പോഴേക്കും ആ മണ്ഡലം, കഴക്കൂട്ട മണ്ഡലം A ക്ലാസ് മണ്ഡലവും വിജയസാധ്യത BJPക്കുള്ള മണ്ഡലവുമല്ലേ? ആ മണ്ഡലത്തിൽ ശബരിമല ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ കഴക്കൂട്ടത്ത് നിർത്തണ്ടേ? അവിടെ ആരാ നിർത്തിയിരിക്കുന്നത്? ശരത്ചന്ദ്ര പ്രസാദിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ട് പിടിച്ചെടുത്ത് ഇപ്പോൾ V മുരളീധരനാണ് നിൽക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ എക്കാലത്തെയും BJPയുടെ ഏറ്റവും ഉയർന്ന വോട്ട് പിടിച്ചയാൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഏറ്റവും ദുർബലനായ ആളെയാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നോക്കൂ, അവിടെയും 63,000 വോട്ടിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു കടകംപള്ളി സുരേന്ദ്രൻ. 50,000-ൽ നിന്ന് 13,000 വോട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് CPM BJP ഡീൽ എന്നുള്ളൊരു ആരോപണം നിയമമണ്ഡലത്തെ മുൻനിർത്തിയോ കഴക്കൂട്ടം മണ്ഡലത്തെ മുൻനിർത്തിയോ പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എവിടെയാ പറയാൻ പറ്റുക? അങ്ങനെ തെരഞ്ഞു വന്നപ്പോഴാണ് പാലക്കാട് നമുക്ക് പറയാം. പാലക്കാട് മണ്ഡലത്തിൽ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താ? ഇപ്പോൾ എന്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ വളരെ പെട്ടെന്ന് ഈ BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? ഉത്തരം വളരെ 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 ലളിതമാണ്. ആ മണ്ഡലത്തിൽ NMR റസാക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുള്ളൊരു ഭയം നിലവിൽ കോൺഗ്രസിനുണ്ട്. രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് തങ്കപ്പൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് അറിയാമോ? നെന്മാറയിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ മെഷീനറിയും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും ആർക്ക് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്? തങ്കപ്പന് വേണ്ടിയാണ് ക്യാമ്പയിൻ ചെയ്യാൻ പോയിരിക്കുന്നത്. VK ശ്രീകണ്ഠന്റെ ഭാര്യ എവിടെയാണ് മത്സരിക്കുന്നത്? കോങ്ങാടാണ് മത്സരിക്കുന്നത്. കോങ്ങാട് ശക്തമായ മത്സരമുണ്ട് ഇക്കുറി, നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. K. തുളസി അവിടെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ VK ശ്രീകണ്ഠൻ്റെ ഈ സംവിധാനങ്ങളും കൂടുതൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കോങ്ങാട് മണ്ഡലത്തിലാണ്. ബാക്കി പ്രവർത്തിക്കുന്നതല്ല, ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. യഥാർത്ഥത്തിൽ VK ശ്രീകണ്ഠൻ അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രണ്ടു മണ്ഡലങ്ങളിലും കോൺഗ്രസ് ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. ഒന്ന് K. തുളസിയും മറ്റടുത്ത് തങ്കപ്പനും. അപ്പോൾ രമേശ് പിഷാരടി അവിടെ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഷാഫിയുടെ നോമിനിയാണ് എന്ന് പറയുന്ന ഒരു ചർച്ച പാർട്ടിക്കുള്ളിലുണ്ട്. അത് നമ്പർ 1. നമ്പർ 2, രമേശ് പിഷാരടി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് NMR റസാക്കിന് അപ്രതീക്ഷിതമായിട്ട് CPM ഫീൽഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വന്നൊരു പ്രശ്നം, സാധാരണ രീതിയിൽ കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിരായിരിയിലെയും പാലക്കാടിലുമുള്ള മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനം. ദുർബലനായ സ്ഥാനാർത്ഥിയല്ല NMR റസാക്ക് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. NMR റസാക്ക് അവിടെ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാളാണ്. വലിയ സ്വാധീനം എങ്ങനെയാണ്? ഒരു വ്യവസായി എന്ന നിലയിൽ മാത്രമല്ല, ഒരു ചാരിറ്റി പ്രൊവൈഡർ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിനുണ്ട്. അവിടെ അദ്ദേഹത്തിന് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു NGO സംവിധാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട, ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് പോലും അടുത്ത ബന്ധമുള്ള
അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ് NMR റസാഖ്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും ഒരു പക്ഷേ NMR റസാഖിന് വോട്ട് പോകും. അതാണ് പ്രശ്നം. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് പോലും, അല്ലാതെ BJPയുടെ വോട്ട് NMR റസാഖിലേക്ക് വരുമെന്നല്ല. NMR റസാഖിന് കിട്ടേണ്ട വോട്ടുകൾ NMR റസാഖിന് കിട്ടുകയും കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ NMR റസാഖിലേക്ക് പോവുകയും ചെയ്താൽ അവിടെ BJP വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. കാര്യം അവിടെ വോട്ട് വ്യത്യാസം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ കുറയുമെന്ന് അവർ ഭയക്കുന്നു. അങ്ങനെ ഭയക്കുന്നെങ്കിൽ എന്തിനാണ് രമേശ് പിഷാരടി അവിടെ കൊണ്ടിട്ടത്? രമേശ് പിഷാരടിയെ പോലെ ഒരു കലാകാരന് വന്ന് മത്സരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ? സേഫ് സീറ്റാണോ അത്? അത് വളരെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് BJP 52,000 വോട്ട് വരെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചരിത്രമുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിട്ടു? ഈ ചോദ്യമല്ലേ പ്രസക്തം. അതിനു പകരം രമേശ് പിഷാരടിയെ നിർത്തുമ്പോൾ രമേശ് പിഷാരടിയുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് ദുർബലനായ സ്ഥാനാർത്ഥിയെ അല്ല NMR റസാഖ് എന്നുള്ളതാണ്. ദുർബലനായ സ്ഥാനാർത്ഥിയല്ല NMR റസാഖ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഈ നമ്മൾ രാഹുലിൻ്റെയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെയും ഒരു താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിന് കഴിഞ്ഞ തവണ കൂടുതലും എഡ്ജ് കിട്ടിയ 2 പ്രധാനപ്പെട്ട മേഖലകൾ, ഒന്ന് പിരായിരിയും 2 മുനിസിപ്പാലിറ്റിയുമാണ്. അതിനുശേഷം 2 പഞ്ചായത്തുകൾ കൂടിയുണ്ട്, ഒന്ന് മാത്തൂരും ഒന്ന് കണ്ണാടിയും. മാത്തൂരിലും കണ്ണാടിയിലും പ്രശ്നം എന്താ? കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അമ്പേ ദുർബലമാണ് മാത്തൂരിലും കണ്ണാടിയിലും. അതാണ് പ്രശ്നം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് പിടിച്ചു നിന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 6189 വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 1-ാം സ്ഥാനത്ത് UDF-ഉം 2-ാം സ്ഥാനത്ത് LDF-ഉമാണ്. 3-ാം സ്ഥാനത്ത് ഏകദേശം 11,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് BJP നിൽക്കുന്നത്. കോൺഗ്രസ് ഭയക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇതുപോലെ ഒരു നേരിയ മാർജിനിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുന്നതെങ്കിൽ NMR റസാഖ് നിലവിൽ ആ മണ്ഡലത്തിന് ഒരു പ്രത്യേകത എന്താ അറിയോ? പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ വലിയങ്ങാടി ഭാഗത്ത് മുത്താന്തര പ്രദേശം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടിലൊരു നല്ല ഭാഗം NMR റസാഖിന് പോകും. ഞാനൊരു തെളിവ് പറയാം. ഇന്നിപ്പോൾ NMR റസാഖിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ മനുഷ്യർ ആരാണെന്നറിയോ? മിക്കവാറും ഹോട്ടലുകളൊക്കെ അവിടെ അടഞ്ഞു കിടക്കുക. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ മുഴുവൻ തൊഴിലാളികളും ഈ മുതലാളിമാരും ഒക്കെ ഈ NMR റസാഖിന് പിന്നാലെയുണ്ട്. അവരൊരു വലിയ സ്വാധീനശേഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വാധീനശേഷി യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്പം ഭയക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഒരു മുഴം മുമ്പേ എറിയുന്നത്. എന്താ അതിൻ്റെ ഗുണം? പിരായിരിയിലുള്ള മുസ്ലിം ലീഗ് വോട്ടുകളിൽ ഒന്നും പോകാതിരിക്കുക. കൃത്യമായ ആ വോട്ടുകൾ രമേശ് പിഷാരടിക്ക് സ്വാഭാവികമായിട്ടും പോൾ ചെയ്യണം, NMR റസാഖിന് പോൾ ചെയ്യാതിരിക്കുക. ഇതുകൊണ്ടാണ് ഈ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. പിന്നീടാണ് 10 മണ്ഡലങ്ങൾ പറയുന്നത്. എനിക്ക് ചോദിക്കാനുണ്ട്, അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരാ? BJPയുടെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അനൂപ് ആന്റണിയാണ്. എത്ര വോട്ടാ പിടിച്ചത്? 22,000 വോട്ടാ പിടിച്ചത്. ഇത്തവണ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുടെ പേരറിയാമോ? അരുൺ അനിരുദ്ധൻ എന്നാണ് പേര്. അരുൺ അനിരുദ്ധൻ, അദ്ദേഹത്തിന് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം കാര്യമായിട്ട് അവിടെ BJP മെഷീനറി ചലിക്കുന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും ആ അമ്പലപ്പുഴയിൽ ഈ പറയുന്ന അനൂപ് ആന്റണി മത്സരിച്ച സ്ഥലത്ത് ഈ അരുൺ അനിരുദ്ധൻ എന്ന് പറയുന്ന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്? സ്വാഭാവികമായി സംശയം അവിടെ വരും. അവിടെ മത്സരിക്കുന്നത് H സലാമാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മത്സരിക്കാൻ വരുന്നത് G സുധാകരനാണ്. G സുധാകരൻ ഇതേപോലെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതായിട്ട് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു മികച്ച ലീഡറാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല G സുധാകരൻ. എന്നാൽ കൺവെൻഷനിൽ പോയി പിണറായി മോശക്കാരനാണ് എന്ന മട്ടിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്, പുറത്തല്ല അകത്ത്. കൺവെൻഷനിൽ പോയി ഇന്ന് വലിയ വിമർശനം പിണറായിക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മികച്ച നേതാവാണെന്ന് ഈ നിമിഷം വരെ G സുധാകരൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. അതാർക്കാ താല്പര്യം ഉണ്ടാവുക? അവിടുത്തെ BJP വോട്ടാണ്. 22,000 വോട്ട് BJPക്ക് അവിടെയുണ്ട്. അരുൺ അനിരുദ്ധന്റെ കയ്യിൽ നിന്നൊരു 12,000 വോട്ട്, കഴിഞ്ഞ തവണ അനൂപ് ആന്റണി നേടിയ 22,000 വോട്ടിൽ നിന്നൊരു 10,000 വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ആ വോട്ട് എങ്ങോട്ട് പോകും? ആ വോട്ട് G സുധാകരന് പോകും. കഴിഞ്ഞ തവണത്തെ വോട്ട് വ്യത്യാസം എത്രയാ? 11,000 വോട്ടിന്റെ വ്യത്യാസം. ആ വ്യത്യാസം H സലാമിൽ നിന്ന് മറികടക്കണമെങ്കിൽ BJP വോട്ട് G സുധാകരന് പോകണ്ടേ? അപ്പോൾ ഞാൻ ആരോപിക്കുന്നു, അമ്പലപ്പുഴയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കണക്ക് വെച്ച് നിഷേധിക്കാൻ പറ്റുമോ? കഴക്കൂട്ടത്ത് ശരചന്ദ്ര പ്രസാദ് എന്ന ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഈ ഡീലിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ കേരളത്തിൽ പ്രബുദ്ധരായുള്ള വോട്ടർമാർ കൂട്ടിയും പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് കോൺഗ്രസും ലീഗും ഭയക്കേണ്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് കാസർഗോഡാണ്, 2 മഞ്ചേശ്വരമാണ്. അവിടെ ഡീലും കൊണ്ടൊന്നുമല്ല നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ മണ്ഡലത്തിന്റെ പൊളിറ്റിക്കൽ ടെറൈൻ അങ്ങനെയാണ്. പക്ഷേ BJP പരമാവധി അശ്വിനെ തോൽപ്പിക്കാനുള്ള സംവിധാനം ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യും എന്ന് കാസർഗോഡ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ വലിയ പട തന്നെ ഇറങ്ങിയിട്ടുണ്ട് അശ്വിനിയെ തോൽപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ അശ്വിനിക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഷാനവാസ് പാദൂര് വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ CPM കാൻഡിഡേറ്റ് വിജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് നിലവിൽ, അഥവാ സ്വതന്ത്രം വിജയിക്കാനുള്ള സാധ്യത. മഞ്ചേശ്വരത്താണ് മറ്റൊരു ഭീകരമായ സാധ്യതയുള്ളത്. മഞ്ചേശ്വരത്തെ പ്രശ്നം SDP 2,000 വോട്ട് പിടിച്ചാൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ കാര്യം കഷ്ടത്തിലാവും. അവിടെ വിജയിച്ച് കയറുക സുരേന്ദ്രനാവും. അപ്പോൾ ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ളത് 2 കിടക്കുന്നത്
CPM നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലല്ല, അവിടെ SDP-യെയും ഒപ്പം ഷാനവാസ് പാദൂരും മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ദുർബലനായ സ്ഥാനാർത്ഥി നിൽക്കുന്ന കാസർഗോഡാണ്. കാര്യം മുസ്ലിം ലീഗിന് തന്നെ പൂർണ്ണമായ സമ്മതനല്ല കല്ലട്ടർ മൈൻ ഹാജി. അതാണ് കാസർഗോട്ടെ പ്രശ്നം. അപ്പോൾ ഉള്ളിൽ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു ആന്റി ഇൻകുംബൻസി അഥവാ കല്ലട്ടർ മൈൻ ഹാജിക്കെതിരെ ഒരു വികാരമുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ ആ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.